പ്രിയ സുഹൃത്തുക്കൾക്കേവർക്കും യൂട്യൂബിൽ നിന്നും എങ്ങനെ വരുമാനമുണ്ടാക്കാമെന്ന പാഠഭാഗം 2ലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ പലർക്കും ഇതുപോലെ മാച്ച്ഡ് തേർഡ് പാർട്ടി കണ്ടന്റ് എന്ന ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് കഴിവതും ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും സേഫ് ആയിരിക്കണം. ഇവിടെ ഞാൻ ഒരു ഉദാഹരണത്തിന് മാത്രമായാണ് ഈ ചാനൽ ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ധാരാളം യൂട്യൂബ് ചാനലുകളുണ്ട്. ഇതിൽ ഒരു ചാനൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ട്യൂട്ടോറിയൽ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് അത്യാവശ്യമുള്ള കുറേ വീഡിയോകളായതുകൊണ്ട് ഞാനിതൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾ 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് ഏകദേശം 1000 വ്യൂ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. കഴിവതും മലയാളം വാക്കുകൾ സംസാരിക്കുന്ന വീഡിയോകൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് ലഭിക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു നമുക്ക് ആഡ്സെൻസ് വഴിയാണ് യൂട്യൂബിൽ ഏണിങ്സ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ആഡ്സെൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോക്കുന്ന സായിപ്പ് കനിയേണ്ടി വരും. കാരണം അയാൾക്ക് മലയാളം വീഡിയോകളാണെങ്കിൽ ചിലപ്പോൾ അയാൾ അപ്രൂവൽ തന്നിരിക്കില്ല. അതുകൊണ്ട് കഴിവതും ഇംഗ്ലീഷ് വീഡിയോകൾ അല്ലെങ്കിൽ ശബ്ദമില്ലാത്ത വീഡിയോകൾ അപ്ലോഡ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു, അതിന് വ്യൂ ലഭിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് നമുക്കിവിടെ ചാനൽസ് എന്നതിൽ നോക്കുക. ഇവിടെ യൂട്യൂബിൽ ലോഗിൻ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ചാനൽ എന്നതിൽ നിങ്ങൾ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ നൽകി ആ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വെരിഫൈ എന്നതിൽ പ്രസ് ചെയ്ത് നിങ്ങളുടെ ചാനൽ ഫോൺ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്യുക. രാജ്യം സെലക്ട് ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ നൽകി നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്ന പോലെ തന്നെ വെരിഫൈ ചെയ്യുക. അതിന് താഴെയായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ കംപ്ലീറ്റ് ദ പ്രോസസ് എന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പരസ്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ മോണിറ്റൈസേഷൻ എന്നതിൽ കംപ്ലീറ്റ് ദ പ്രോസസ് എന്ന ഒരു ലിങ്ക് കാണും. നമ്മൾ അത് പ്രസ് ചെയ്യുക. ഇവിടെ എനേബിൾ മൈ അക്കൗണ്ട് എന്ന ഈ നീല ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ പാർട്ണർ പ്രോഗ്രാമിൻ്റെ എഗ്രിമെൻ്റ് വരും. നമ്മൾ ഇത് സെലക്ട് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുക. തുടർന്ന് ഗോട്ട് ഇറ്റ് എന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും ചാനൽ എന്നതിൽ പ്രസ് ചെയ്യുക. നോക്കുക, ഇവിടെ ചാനൽ എന്നതിൽ നമുക്ക് സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് നിൽക്കും. ഇവിടെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വ്യൂ മോണിറ്റൈസേഷൻ സെറ്റിംഗ്സ് എന്നതിൽ പ്രസ് ചെയ്യുക. നമ്മൾ ഇവിടെ താഴെയായിട്ട് ഹൗ വിൽ ബി പെയ്ഡ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ പ്രസ് ചെയ്യുക. തുടർന്ന് താഴെയായിട്ട് അസോസിയേറ്റ് ആൻഡ് ആഡ്സെൻസ് അക്കൗണ്ട് എന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇവിടെ നമ്മുടെ യൂട്യൂബിൽ പരസ്യങ്ങൾ കാണിക്കാനുള്ള അനുമതി യൂട്യൂബിന് നൽകി കഴിഞ്ഞു. തുടർന്ന് പരസ്യങ്ങൾ കാണിക്കേണ്ടത് ഏത് അക്കൗണ്ടിൻ്റെ എന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പണം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഗൂഗിൾ ഡീഫോൾട്ടായിട്ട് അവരുടെ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അതിനൊന്നും ക്യാഷ് കിട്ടുകയില്ല. തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഗൂഗിൾ ആഡ്സെൻസ് സൈൻ അപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ലിങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഒരു ആഡ്സെൻസ് പബ്ലിഷർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ അക്കൗണ്ടിന് വേണ്ടിയിട്ട് സൈൻ ഇൻ ചെയ്യണമെന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് യെസ് എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുപോലെ ലിങ്ക് കാണാൻ സാധിക്കും. നോക്കുക, ഐ വിൽ ഷോ ആഡ്സ് ഓൺ എന്ന് ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ലിങ്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പേജ് ഒന്ന് റീലോഡ് ചെയ്യുക. ഇത് കാണുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ആഡ്സെൻസിനെ യൂട്യൂബ് വെച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ടൻറ് ലാംഗ്വേജ് എന്നതിൽ നിങ്ങൾ മാറ്റമൊന്നും വരുത്തേണ്ട. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തായിട്ട് കൺട്രി ഓർ ടെറിട്ടറി എന്ന് ചോദിക്കും. ഇവിടെ നിങ്ങൾ
എപ്പോഴും ഇന്ത്യ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഗൾഫ് രാജ്യം സെലക്ട് ചെയ്താൽ പേയ്മെൻറ്റും മറ്റ് കാര്യങ്ങളും വരുന്നത്, അതായത് മെയിൽ നിങ്ങൾക്ക് വരുന്ന പോസ്റ്റലായിട്ടുള്ള മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്നത് ഗൾഫ് രാജ്യത്തേക്കായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ സെലക്ട് ചെയ്യുക. ഞാനായാലും ഇന്ത്യ വേണമെന്നേ പറയാറുള്ളൂ. ഇന്ത്യയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങളുകൊണ്ട് ഇന്ത്യക്കാരും ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ ടൈം സോൺ ഓട്ടോമാറ്റിക്കായിട്ട് IST തന്നെ വന്നിരിക്കും. അടുത്തായിട്ട് അക്കൗണ്ട് ടൈപ്പ് എന്നതിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ എന്ന് തന്നെ കൊടുക്കുക. അടുത്തായിട്ട് പേയി നെയിം എന്നാണ്. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകേണ്ടത് ബാങ്ക് അക്കൗണ്ടിലെ കറക്റ്റായിട്ടുള്ള ഒരു പേരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ പേയി നെയിം കറക്റ്റായിട്ട് നൽകുക. ഞാൻ ഒരു ഉദാഹരണത്തിന് എൻ്റെ കുട്ടിയുടെ പേരാണ് നൽകുന്നത്. ഇവിടെ ഋതുനന്ദ എന്ന് ഞാൻ പേയി നെയിം നൽകി. പ്രത്യേകം ശ്രദ്ധിക്കുക, പേയി നെയിം ചില സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധ്യമാകാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതും നിങ്ങൾക്ക് പ്രൂഫ് ഉള്ളതുമായ ഒരു പേര് തന്നെ പേയി നെയിമായിട്ട് നൽകുക. ഇപ്പോൾ ഇലക്ട്രോണിക് ക്ലിയറിംഗ് ആയതുകൊണ്ട് പുതിയതായിട്ട് നേരിട്ട് ബാങ്കിലേക്കാണ് ഇപ്പോൾ ആഡ്സൻസ് ക്യാഷ് അയക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ പേയി നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അത് ആ ഓപ്ഷൻ ഡിസേബിൾ ആക്കിയേക്കാം. അതുകൊണ്ട് പേയി നെയിം കറക്റ്റായിട്ട് നൽകുക. അടുത്തായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നൽകുക. തുടർന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് കേരള എന്നത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ശരിയായ പിൻകോഡ് നൽകുക. തുടർന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ ആ ഫോൺ നമ്പർ നൽകുക. അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടും. നിങ്ങൾ ഇവിടെ ഫോൺ നമ്പർ നൽകുക. തുടർന്ന് താഴെ സബ്മിറ്റ് മൈ ആപ്ലിക്കേഷൻ എന്നതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് ആഡ്സൻസിനുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയിട്ടും അത് റിവ്യൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടുമുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി പഠിക്കാം.